Hi friends, welcome back to my channel Relish My Life. ഇന്ന് ഞാനൊരു കോക്കനട്ട് മിൽക്ക് വാട്ടർമെലൺ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ വാട്ടർമെലൺ കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വാട്ടർമെലൺ കുരു കളഞ്ഞിട്ട് പീസാക്കി എടുക്കണം. ഇങ്ങനെ കുരു കളഞ്ഞിട്ടുള്ള വാട്ടർമെലൺ നമുക്ക് കുനുകുന നന്നായി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഈ ചെറിയ പീസുകളാണ് നമുക്ക് പുഡിങ്ങിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ പീസായി കട്ട് ചെയ്യുമ്പോഴതിനേക്കാളും നല്ലത് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ടുള്ള വാട്ടർമെലനാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അത് 1 കപ്പ് വേണം. ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വാട്ടർമെലൻ്റെ ജ്യൂസ് കുറച്ചേ ഉണ്ടാവും. അപ്പോൾ തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വാട്ടർമെലൻ്റെ ഫ്ലേവറും കൂടിയിട്ട് തേങ്ങാപ്പാലിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ജെലാറ്റിൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ജെലാറ്റിൻ ശരിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഈ ജെലാറ്റിനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഈ ജെലാറ്റിൻ അതിനകത്ത് ഫുള്ളായിട്ട് അലിഞ്ഞ് കിട്ടും. നമുക്കൊരു ക്ലിയർ ലിക്വിഡായിട്ട് കിട്ടും. അതുവരെയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ വെള്ളം ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ ഫുള്ളായിട്ട് അലിഞ്ഞ് കിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ നന്നായിട്ട് ചൂടാക്കി അതിനകത്ത് അലിയിച്ചെടുക്കാവുന്നതാണ്. എനിക്കിവിടെ ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഡയറക്റ്റ് അലിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നല്ല ചൂടിൽ തന്നെയായിരുന്നു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ചൂടാറുന്നത് വരെ നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുണ്ട്. ജെലാറ്റിൻ അവിടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പുഡിങ്ങിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വാട്ടർമെലനിൽ 1.25 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യാം. നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതൊരു നോർമൽ മധുരമാണ്. ഒരുപാട് മധുരം വേണ്ടവർക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടാറിയ ജെലാറ്റിൻ മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വാട്ടർമെലനും തേങ്ങാപ്പാലും ഒന്നും തണുപ്പുണ്ടാവാൻ പാടില്ല. എല്ലാം റൂം ടെമ്പറേച്ചറിൽ വേണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. ജെലാറ്റിൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജെലാറ്റിൻ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കട്ടിയാവും. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്കോ അതല്ലെങ്കിൽ വാട്ടർമെലനോ തണുപ്പുണ്ടെങ്കിൽ നമ്മൾ ജെലാറ്റിൻ മിക്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കട്ടിയായി പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ചു മൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിന് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിനെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുറിച്ച് നമ്മുടെ പുഡിംഗ് പാത്രങ്ങളിലേക്ക് വിളമ്പി യൂസ് ചെയ്യാം.
തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പാലിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടെടുക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാലിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത് തേങ്ങാപ്പാലിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.